ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ ഒരു തവണ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തുനിന്ന് ബ്രോസ്റ്റഡ് ചിക്കൻ വാങ്ങിക്കുകയില്ല. നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്കൊരു ബട്ടർ മിൽക്ക് റെഡിയാക്കി എടുക്കണം. അതായത് നമ്മുടെ പാലിനൊന്ന് പിരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.25 കപ്പ് പാല് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും നമ്മുടെ പാല് ബട്ടർ മിൽക്കായിട്ട് വരും, പാലൊന്ന് പിരിഞ്ഞു വരും. 10 മിനിറ്റിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയപ്പോൾ പാലൊന്ന് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കൂടെ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മുടെ ചിക്കനിൽ ഈ മസാലയൊക്കെ നല്ല പോലെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചിക്കൻ ഇതിൽ മുക്കി വെക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ചിക്കൻ 8 പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇത് നമുക്ക് ചിക്കൻ്റെ പീസസ് ഇതിലേക്ക് മുങ്ങുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. ഈ ചിക്കനിൽ നല്ല പോലെ മസാല പിടിച്ച് കിട്ടണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെക്കുമ്പോൾ മുഴുവനായിട്ടൊന്നും മുങ്ങി കിടക്കുന്നില്ല. അത് നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിനി ഒരു 4 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോഴേക്കും ചിക്കനിലൊക്കെ നല്ല പോലെ മസാല പിടിച്ച് കിട്ടും. 4 മണിക്കൂറിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ബാറ്റർ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദയും 1/4 കപ്പ് കോൺഫ്ലോറും ഒരു ബൗളിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1 കോഴിമുട്ടയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്താലും മതി കേട്ടോ. കാരണം മൈദയല്ലേ, അപ്പോൾ കട്ടയില്ലാതെ കിട്ടണമെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ചേർത്താൽ മതി. ഇതിലേക്ക് സാധാരണ വെള്ളമല്ല കേട്ടോ ചേർത്തിട്ടുള്ളത്, നല്ല ഐസ് വാട്ടറാണ്, നല്ല തണുത്ത വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. നമ്മുടെ ദോശമാവിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ ഇത് കട്ട കെട്ടാതെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി. കണ്ടോ, നമ്മുടെ ബാറ്റർ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി ഇതിലേക്കൊരു പൗഡർ മിക്സും വേണം. ഇതിലേക്ക് 1.5 കപ്പ് മൈദയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കേക്കിനൊക്കെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചെയ്യുന്ന പോലെ അരിച്ചെടുക്കുകയാണെങ്കിൽ ഈ മുളക് പൊടിയൊക്കെ മൈദയുടെ എല്ലാ ഭാഗത്തേക്കും എത്തും കേട്ടോ. അങ്ങനെ ചെയ്താലും മതി. ഇപ്പോൾ നമ്മളൊരു 4 മണിക്കൂർ നേരം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ്റെ കഷ്ണങ്ങൾ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ പൗഡർ മിക്സിൽ നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും പൗഡർ എത്തുന്ന രീതിയിൽ നല്ല പോലെ ഇത് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഒരു തവണ കോട്ട് ചെയ്താൽ മതി. എന്നിട്ട് നല്ല ചൂടുള്ള എണ്ണയിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ നല്ല പോലെ എണ്ണ ചൂടാക്കിയിട്ട് ഈ 2 പീസസും ഇതിലേക്ക് നമുക്ക് എത്രയാണോ എണ്ണയിൽ ഇടാൻ പറ്റുന്നത് അത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല പോലെ വേവിച്ചെടുക്കണം കേട്ടോ. കാരണം ഇത് വലിയ പീസല്ലേ, അപ്പോൾ ഉൾഭാഗമൊന്നും വെന്ത് കിട്ടൂല. ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെക്കുകയാണെങ്കിൽ പുറം ഭാഗമൊക്കെ കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഉൾഭാഗം നല്ല പോലെ വേവിച്ചെടുക്കണം. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ നിങ്ങൾ ഒരു തവണ ബ്രോസ്റ്റഡ് ചിക്കൻ വീട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയില്ല. പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടും. ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്